ഡ്യൂറന്റ് കപ്പിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശക്തരായിട്ടുള്ള ബംഗളൂരു എഫ് സിയെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മത്സരത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. തീർത്തും വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത്. മോശം പാസിംഗും അതുപോലെ തന്നെ ഫൈനൽ തേർഡിലെ പ്രശ്നങ്ങളും കാരണം കൊണ്ട് തന്നെ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനൊന്നും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല ഡയാസും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും തമ്മിൽ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡയാസ് ഇന്നത്തെ മത്സരത്തിൽ തീർത്തും വളരെ വാശിയോടെ കളിക്കുന്നത് പോലെയാണ് തോന്നിയത്. മാത്രമല്ല മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ഡയാസാണ് ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയത്. ഒരു സ്ട്രൈക്കറിന്റെ അഭാവം ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കാണാൻ സാധിച്ചു. ഈ ഒരു പരാജയത്തോടെ ഡ്യൂറന്റ് കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുകയാണ്. തീർത്തും കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചൊരു മത്സരം തന്നെയായിരുന്നു ഇത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫ് ഇന്നത്തെ മത്സരത്തിൽ പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇനി ISL വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.